ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഇപ്പൊ സ്വർണത്തിന് ഇങ്ങനെ വില കേറി പോയിക്കൊണ്ടിരിക്കുക. എവിടെ എത്തും എന്തെത്തും എന്ന് ഒരു പിടുത്തമല്ല. പക്ഷെ കൂടാതെ ഈ സ്വർണത്തിന് വില കയറുന്നതിനനുസരിച്ചിട്ട് വേറൊരു സാധനത്തിനും കൂടി വില കയറുന്നുണ്ട്. അതെന്താ അറിയോ നമുക്ക്? ഇല്ല അല്ലേ? എന്നാ കേട്ടോ, പർദ്ദക്ക് നല്ല വില കയറ്റാത്രേ. കാരണം എന്താ അറിയോ? ഇപ്പൊ ഇത് എടുക്കാനും കക്കാനും പോകണമെന്നുണ്ടെങ്കിൽ പർദ്ദ മസ്റ്റാ. അങ്ങനെയും വിലക്കെ പർദ്ദ ധരിക്കണ്ട. പെണ്ണുങ്ങൾക്ക് എന്തായാലും ഇപ്പോഴത്തെ കാലത്ത് പർദ്ദ ആവശ്യമില്ല. അപ്പൊ ആണുങ്ങളെങ്കിലും ഇതൊക്കെ ധരിച്ചിട്ടൊന്ന് നടക്കട്ടെ. അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വിചാരിച്ചാ, നിങ്ങൾ സ്വർണം വാങ്ങുകയാണെങ്കിൽ വാങ്ങിക്കോ. അത് പണ്ടത്തെ കാലത്ത് എന്താ ഈ ഒരു പത്രാസിന് വേണ്ടിയിട്ട് അയലോക്കക്കാർ നാട്ടുകാരൊക്കെ കാണിച്ചില്ലേ, എടീ ഇത് ഞാൻ വാങ്ങിയതാണ്, എടീ ഇത് ഇന്നലെ വാങ്ങിയതാണ്, എടീ ഇതിന്റെ മറ്റോ ഗിഫ്റ്റ് തന്നാണെന്നൊക്കെ ഇങ്ങനെ പറയലില്ലേ. ആ പരിപാടിയൊന്നും വേണ്ട. കാരണം എന്താ അറിയോ, സ്വർണത്തിന്റെ വില അങ്ങനെയാണ്. കാതിലിട്ടിക്കണേ കാതുകൊണ്ട് പോകും, കഴുത്തിലിട്ടിക്കണേ കഴുത്തുകൊണ്ട് പോകും. അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ തന്നെ നിങ്ങളെ സൂക്ഷിക്കുക. അപ്പോൾ ഒരുത്തം കണ്ടോ, മറ്റേ പർദ്ദയൊക്കെ ഇട്ട് പോയി ഒരു പ്രായമായ സ്ത്രീനെ അത്രയും ദ്രോഹിച്ചിട്ട് 3.5 പവന്റെ മറ്റേ ചെയിനും അടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഓൻ എന്ത് ചെയ്തു, സുഖമായിട്ട് നടക്കിയിരുന്നു. പർദ്ദയല്ലേ, അതുകൊണ്ട് ഇങ്ങനെ കിട്ടുമൊന്നുമില്ല എന്നുള്ളത്. പക്ഷെ പണിയാണ് വാളി. എങ്ങനെ? ഇതാ പറയുന്നത്, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ഒരു തെളിവ് പോലീസുകാർക്ക് വേണ്ടിയിട്ട് ഇത് ഞാനാട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു തെളിവ് അവിടെ വെക്കുന്ന അറിയില്ലേ. അതേമാതിരി ഇവന് മറ്റേ എൻക്വയറി നടത്താൻ വന്നതാ. വീട്ടുകാരുടെ പേരും മറ്റേ സ്ഥലവും വീട് നമ്പറും ഇതൊക്കെ ചോദിച്ചിട്ട് ആധാർ കാർഡ് എടുക്കാൻ വേണ്ടി ഉള്ളിക്ക് പോയതൊക്കെ നോക്കിയിട്ടാണ് ഇവൻ കയറി ആക്രമിച്ചിട്ട് ഇവൻ ഇറങ്ങി ഓടുന്ന സമയത്ത് ഇവന്റെ കയ്യിൽ നിന്ന് ഒരു നോട്ട് ബുക്ക് താഴെ വീണു. അഡ്രസ്സ് ചെയ്താൻ കൊടുക്കുന്നത്. ആ നോട്ട് ബുക്ക് ആരുടെയാണ്, അത് എവിടുന്ന് വാങ്ങിയതാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ നോട്ട് ബുക്ക് വാങ്ങിയത് ഇന്ന ആളാണ്, ഇന്നലെ വാങ്ങിയത് എന്നൊക്കെ കറക്റ്റ് ഇങ്ങോട്ട് കിട്ടി. അത് ആ ഒരു നോട്ട് ബുക്കുമ്പോൾ മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്ര ഓൻ പ്ലാൻ ചെയ്തു, പക്ഷെ ആ നോട്ട് ബുക്കുമെന്ന് എന്ത് കിട്ടാനാന്ന് വിചാരിച്ചിട്ട് വളരെ സിമ്പിളാക്കി വിട്ടതാ. ഇന്നത്തെ കാലത്ത് ഒരു മരത്തിന്റെ മുകളിൽ എത്ര ഇല ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ CCTV ഉള്ള കാലാ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴാണ് ഇവനൊരു പർദ്ദ ഇട്ടിട്ട് ഇത് കക്കാൻ വയ്ക്കുന്നത്. ആലോചിച്ച് നോക്കണം. അത് സ്വർണത്തിന് ഇത്രയും വിലയുള്ള സമയത്ത് വിചാരിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചോ അറിയിച്ചില്ലേ, ഇതൊന്നും ഇവിടെ ബാധകമല്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഈ സമയത്തൊന്നും സ്വർണം ധരിക്കാതെ നടക്കുക. അല്ല, ഇനി ധരിക്കുന്നുണ്ടെങ്കിൽ അത് ആണുങ്ങളും അതല്ലേ കൂട്ടത്തോടെ ഒക്കെ നിൽക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ ഓക്കെ. ഇത് വലിയൊരു വീടുണ്ടാക്കിയിട്ട് അതിൽ പ്രായമല്ല ഒരാളെയും ഒരു സ്ത്രീനെയും വെച്ചിട്ട് മാറ്റേ ഒരു 3.5 അല്ലെങ്കിൽ 5.5 പവൻ ഒലിക്ക് കൗത്തിലും ഇട്ടെടുത്തിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ട് ഉബല് കറങ്ങാൻ പോവുക. എന്നിട്ട് ഇവര് തിരിച്ചു വരുമ്പോ ഇതിന്റെ ജീവൻ ബാക്കി കിട്ടണതിന് ഏറ്റവും വലിയ ഭാഗ്യ. ഇതിപ്പോ വലിയ കാര്യം മാത്രല്ല കേട്ടോ, ചെറിയ കുട്ടികളില്ലേ നിസാരാക്കി നിങ്ങൾ വിടുന്നുണ്ട്. പല മറ്റേ ഭാഗത്തേക്ക് കല്യാണ ഫംഗ്ഷന്, വീടിരിക്കല്, അല്ലാതെ പർച്ചേസിങ്ങിന് പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ നിങ്ങൾ ഈ കുട്ടികളെയൊക്കെ വളരെ സിമ്പിളാക്കി വിടലുണ്ട്. പക്ഷെ ഈ കുട്ടികളുടെയൊക്കെ ജീവൻ പോലും അപകടത്തിലാണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഈ സ്വർണത്തിന് ഇത്ര വില കയറിയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. മനുഷ്യരാണെങ്കിലോ പണത്തിനോടുള്ള വെറിമൂത്ത് നടക്കുകയാണ്. അതിനിടക്ക് ഉമ്മ, വാപ്പ, പെങ്ങളെ, ഭാര്യ, മക്കളെ ഇങ്ങനത്തെ ഒരു ബന്ധത്തിനും സ്വയം തന്നെ താല്പര്യമില്ലാതെ നിൽക്കുമ്പോൾ നാട്ടുകാരെ അടുത്ത് അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് എന്ത് അക്രമം ചെയ്തിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അവനക്ക് അവന്റെ ലക്ഷ്യം നേടണമെന്നേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വേണം, പ്രായമുള്ളവർക്ക് നിങ്ങൾ സ്വർണം മറ്റേ അണിയിച്ചൊരുക്കുമ്പോഴും കുട്ടികൾക്ക് നിങ്ങൾ സ്വർണ്ണം ഇട്ടിട്ട് മറ്റേ കളിക്കാൻ വിടുമ്പോഴും ഇതൊക്കെ അവരുടെ ജീവനും കൂടി അപകടത്തിലാക്കും എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം. നമ്മളൊക്കെ പണ്ട് മുതലേ പറഞ്ഞു പഠിച്ചൊരു കാര്യമാണ്. മറ്റേ അകലെയുള്ള ബന്ധുക്കൾ വരുന്നതിനേക്കാൾ വേഗത്തിൽ നമുക്ക് ഒരു സഹായത്തിന് എത്തുന്ന ആളുകളാണ് അടുത്തുള്ള അയൽവാസികളെന്ന്. ഒരു അയൽവാസി സഹായിച്ചതാ ദൈവനെ. ഒന്ന് നോക്കിയേ, ഇവന് ഒരു മറ്റേ പർദ്ദി വാങ്ങിയിട്ടിട്ട് ഒരു പ്രായമായ സ്ത്രീനെ അതും എന്തോരം അടിച്ച് ചവിട്ടി കൂട്ടിയിട്ടാണ് പിന്നെ ഓനാ സ്വർണം കൊണ്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഓന ഒന്നും അറിയാത്ത മാതിരി ഇങ്ങനെ നടന്നു പോവുക. സംഭവം പോലീസ് തൂക്കി. പറഞ്ഞിട്ടെന്താ കാര്യം? ജീവിതത്തിൽ ആദ്യമായിട്ട് ഓൻ ഇങ്ങനെ തെറ്റ് ചെയ്യണേ. അതെന്തുകൊണ്ടാ? സ്വർണത്തിന് ഇത്ര മറ്റേ മൂല്യമുള്ളത് കൊണ്ടും അതുപോലെ തന്നെ അവിടുന്ന് എടുത്താൽ ഒരിക്കലും പിടിക്കപ്പെടൂല എന്നുള്ള ഒരു വിശ്വാസവും കൊണ്ടാണ് ഓൻ ഇത് ചെയ്തത്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയാണ്. ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. രക്തബന്ധത്തിന് പോലും ഒരു വിലയില്ലാതെയാണ് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഓരോ ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നത്. അപ്പൊ പിന്നെ ഇതിനൊക്കെ എന്ത് വാല്യൂ അല്ലേ? അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ
മക്കളെ ആയാലും പ്രായമുള്ളവരായാലും നിങ്ങളുടെ മുതലും സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെ. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറെ ശാക്കരന്മാര് അയലോക്കത്ത് കൂടെ ഉണ്ടാവും. നല്ല സൂക്ഷിച്ചോ. വല്ലതും സംഭവിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. സംഭവിക്കാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെയും കടമയാണ്. കാരണം ദിവസവും ന്യൂസിൽ കേൾക്കുന്ന ഓരോ വിഷയം എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ്. അവിടെ അങ്ങനെ ചെയ്തു, ഇവിടെ അങ്ങനെ ചെയ്തു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ചെറിയ ചെറിയ ഓരോ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തർ ഈ ചെയ്യുന്ന എന്താ പറയുക അത്രയും ക്രൂരമായ കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കാനും മറ്റുള്ളവരെ കാണിക്കാനും വേണ്ടി നിങ്ങൾ അത് കഴുത്തിലും കാതിലും ഒക്കെ അണിഞ്ഞു നടക്കുമ്പോൾ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാണ് എന്നുള്ളത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ